Hi friends, welcome back to my channel, your online teacher. So, this video we will നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. മക്കളെ, നമ്മൾ ബിസിനസ്സിൻ്റെ ക്ലാസ് വെറും 99 രൂപയ്ക്ക് നിങ്ങൾക്ക് പാസ് മാർക്ക് നേടാനുള്ള പോർഷൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 6238917889 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഫുൾ നെയിം, ഡിസ്ട്രിക്റ്റ്, ക്ലാസ് ഇത്രയും കാര്യങ്ങൾ അയച്ചു തന്നാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അയച്ചു തരും കേട്ടോ. സോ ഇവിടെ നമ്മൾ 1 മുതൽ 5 വരെയുള്ള പാഠങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആണ് നോക്കുന്നത്. ആദ്യത്തേതാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ നിന്ന് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊരു 4 മാർക്കിന് ചോദിച്ചേക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഏതെങ്കിലും ഒരു ലെവൽസ് ചോദിച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻസ് ചോദിക്കും. അത് കൂടാതെ നമുക്ക് പല ആളുകളുടെ പേര് തന്നുകൊണ്ട് ഇവർ ഏതിലൊക്കെ വരുന്നു, പർച്ചേസ് മാനേജർ ഏതിൽ വരുന്നു എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതൊന്ന് പഠിക്കണം, ഓരോ ലെവൽസിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. ദെൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ചോദിക്കും. കോർഡിനേഷൻ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ പാഠം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതെങ്കിലും 8 പ്രിൻസിപ്പിൾ ചോദിക്കും ഹെൻറി ഫയോളിൻ്റെ. ദെൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ചോദിക്കും. ദെൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ചോദിക്കും. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഒക്കെ വരുന്ന ടെക്നിക്കുകളുണ്ടല്ലോ. ദെൻ അതുകൂടാതെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് സെപ്പറേറ്റ് ആയിട്ട് വിത്ത് ഡയഗ്രാം 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ അതും പഠിക്കണം. മൂന്നാമത്തെ പാഠം ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്ന് ബിസിനസ് എൻവയോൺമെൻറ്റ് ഡയമെൻഷൻസ് 5 ഡയമെൻഷൻസ് വരുന്നില്ലേ, ടൈപ്പ് വരുന്നില്ലേ, അത് പഠിക്കണം. അത് 5 മാർക്കിന് ചോദിക്കും. ഔട്ട്സോഴ്സിങ് എന്തിൻ്റെ ഔട്ട്കം ആണെന്ന് ചോദിച്ചേക്കാം. അത് ഗ്ലോബലൈസേഷൻ്റേതാണ്. ദെൻ മാത്സ് ഫോളോയിങ് ചോദിക്കും. മാത്സ് ഫോളോയിങ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പല രീതിയിലുള്ള എൻവയോൺമെൻറ്റ് തരും. ഇവിടെയോ അല്ലെങ്കിൽ എൻ്റെ സൈഡിലോ ബിൻ്റെ സൈഡിലോ സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല എക്കണോമിക്കൽ എന്ന് പറഞ്ഞ പല എൻവയോൺമെൻറ്റുകൾ തന്നുകൊണ്ട് ഇവിടെ തരും. എക്കണോമിക് പോളിസി അല്ലെങ്കിൽ ദെൻ എക്കണോമിക് ഇൻട്രസ്റ്റ് റേറ്റ് തന്നേക്കാം. ദെൻ ട്രഡീഷൻ, സോഷ്യൽ വാല്യൂ, ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സ് ഫോളോയിങ് ചോദിച്ചേക്കാം. അപ്പോൾ ആ ഓരോ എൻവയോൺമെൻറ്റിൽ എന്ത് വരുന്നു എന്നുള്ളത് പഠിക്കണം. ദെൻ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചേക്കാം. പ്ലാനിങ്ങിൻ്റെ ഏതെങ്കിലും 4 ലിമിറ്റേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ദെൻ സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിങ് പ്ലാനും കുറച്ച് പ്ലാനുകൾ തന്നിട്ടേ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ 5ാമത്തെ പാഠമാണ് ഓർഗനൈസിങ്. അതിൽ നിന്ന് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് 2 മാർക്കിനും, ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണ്, ഡിവിഷണൽ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് പഠിക്കണം. അത് തമ്മിലുള്ള ഡിഫറൻസ് 6 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് 4 or 6 മാർക്കിന് ചോദിച്ചേക്കാം. ദെൻ ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് 3 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷനും 3 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. ആദ്യത്തെ 5 പാഠത്തിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ബാക്കി ചാപ്റ്റേഴ്സിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള വീഡിയോ ഉടനെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. പാർട്ട് 2 വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്